എല്ലാവർക്കും നമസ്കാരം. ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടം ശ്രീധരന്റെ 1,00,000-ൽ കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞ ലോക മലയാളികൾ നെഞ്ചിലേറ്റിയ പ്രിയപ്പെട്ട നോവൽ. ആക്ച്വലി ഞാന് ഒരു വായന ഒരു ശീലമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുറച്ച് വർഷങ്ങളായി. അപ്പൊ ഞാൻ വായിക്കുന്നത് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ബുക്ക് വായിച്ചുകൊണ്ട് എനിക്ക് കിട്ടുന്ന അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുക. അത് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയും കേൾക്കുന്ന അനുഭൂതി വേറെ. അപ്പൊ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുഭൂതി കിട്ടുള്ളൂ. അത് വായന ശീലമാക്കണം. എന്റെ ഉള്ളില് സ്പാർക്ക് ഞാൻ പലപ്പോഴും എഴുതാറുണ്ട്. ബുക്കുകൾ മുമ്പ് വായിക്കും. ചെറിയ ചെറിയ കഥകളും നോവലും ഒക്കെ വായിക്കും. പക്ഷെ അത് ഹാബിറ്റ് ആക്കി മാറ്റിയിട്ടില്ല. അപ്പൊ ഈ അടുത്ത് കുറച്ച് മുമ്പ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് ഇപ്പൊ നമ്മൾ ജെൻസി പിള്ളയുടെ ഒക്കെ ഒരു എഴുത്തുകാരനാണ് ജോസഫ് അന്നംകുട്ടി ജോസ്. അദ്ദേഹത്തിന്റെ വീഡിയോ കാണാനായി. പുതുതായി വായന വായിക്കാൻ താല്പര്യമുള്ള ആളുകൾ കേൾക്കേണ്ടതും അതുപോലെ എന്തുകൊണ്ട് വായന എന്ന 2 വീഡിയോ കാണാനുണ്ടായി. അത് അദ്ദേഹം പറയുന്നുണ്ട്, വായന ഒരിക്കലും നിങ്ങളൊരു ഒരു മഹാനൊന്നും ആക്കില്ല. പക്ഷെ വായന നിങ്ങൾ ഒരുപാട് നല്ല ക്വാളിറ്റികൾ വരും. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും ഒരുപാട് നല്ല നല്ല ക്വാളിറ്റികൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വായനയെ കൊണ്ട് പറ്റും. അത് വായിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അപ്പോ നമ്മുടെ യൂട്യൂബ് വീഡിയോസും മറ്റൊക്കെ ഒരുപാട് കാണുന്നുണ്ടെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരു അനുഭൂതി വേറെ തന്നെയായിരിക്കും. അത് വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ ക്ഷമ ഉണ്ടാക്കാൻ, നല്ല കോൺസെൻട്രേഷൻ സ്കിൽ ഉണ്ടാക്കാൻ ഒരുപാട് നല്ല ക്വാളിറ്റി സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നല്ല നല്ല ക്വാളിറ്റി എടുക്കാൻ വായന കൊണ്ട് പറ്റും. അപ്പൊ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ് വായനയുടെ ലോകത്തേക്ക്. നിങ്ങൾക്ക് ഒരു വാതിൽ തുറന്നിട്ട് തരാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം വായന ഇഷ്ടപ്പെടുന്ന ആളുകൾക്കോട്ടെ. ഇപ്പൊ ഇതിന്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒരുപാട് വായിക്കുന്ന ആളായിരിക്കാം. വായന താല്പര്യപ്പെടുന്ന ആളായിരിക്കും. വായിക്കാൻ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആളുകളായിരിക്കാം. അവരൊക്കെ ഞാൻ വായനയുടെ ലോകത്തേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.